നമസ്കാരം പ്രിയമുള്ളവരെ. കോൺഗ്രസിൽ മുഖ്യമന്ത്രി സ്ഥാനത്തെക്കുറിച്ച് തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ വ്യക്തമാകുന്ന ഒരു സംഗതിയുണ്ട്. അതായത് കോൺഗ്രസിൻ്റെ ഭാരവാഹിത്വത്തിലോ എം.എൽ.എ പദവിയിലോ എം.പി പദവിയിലോ ഒക്കെ ഉണ്ടായിരുന്ന ആളുകൾ, അതിൽ 99% ആളുകളും കെ.സി. വേണുഗോപാലിനെയാണ് പിന്തുണച്ചത്. അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, കെ.സി. വേണുഗോപാൽ ആണ് മുഖ്യമന്ത്രിയെങ്കിൽ അവർ പറഞ്ഞ ഒരു കാര്യം വെച്ച് നോക്കുകയാണെങ്കിൽ പാർട്ടി പ്രവർത്തകരെ ചേർത്ത് പിടിക്കും കെ.സി. വേണുഗോപാൽ എന്നായിരുന്നു. മിക്കപ്പോഴും ചില കോൺഗ്രസിൻ്റെ യുവജന നേതാക്കന്മാരെയും കെ.എസ്.യു നേതാക്കന്മാരുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞത് വി.ഡി. സതീശൻ്റെ നിലപാടുകളിലും നയങ്ങളിലും അവർക്ക് ചെറിയ ആശങ്കയുണ്ട്. കാരണം അദ്ദേഹം കുറച്ചുകൂടി സ്ട്രിക്റ്റായിട്ട് കാര്യങ്ങൾ വീക്ഷിക്കുന്ന ആളാണ്. ഒരുപക്ഷെ പിണറായി വിജയനെ പോലെ കുറച്ച് ധാർഷ്ട്യം കാണിക്കുന്ന ഒരാളാണ് എന്ന ഒരു സമീപനം അവരുടെ ഇടയിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവരിൽ പലരും കെ.സി. വേണുഗോപാലിനെ മുഖ്യമന്ത്രി പദത്തേക്ക് പരിഗണിക്കുകയും അതിനുവേണ്ടി ഫേസ്ബുക്കിലും അതുപോലെ സോഷ്യൽ മീഡിയയിലും ഒക്കെ പോസ്റ്റുകൾ കൊണ്ട് നിറയ്ക്കുകയും ചെയ്തത്. വി.ഡി. സതീശനെ പിന്തുണച്ചതിൽ അധികം പേരും കോൺഗ്രസിൻ്റെ സാധാരണ അനുയായികളായിരുന്നു, അനുഭാവികളായിരുന്നു. അവർക്ക് പാർട്ടി പദവികളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ സാധാരണക്കാരായ ജനങ്ങളായിരുന്നു. ആ ഭരണമാറ്റത്തിന് കാരണക്കാരൻ വി.ഡി. സതീശൻ ആണ് എന്ന നിഗമനത്തിൽ വി.ഡി. സതീശനെ പിന്തുണച്ച ആളുകളുമായിരുന്നു. ഇപ്പോൾ കോൺഗ്രസിൻ്റെ അകത്ത് നടക്കുന്ന ഈ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അന്നത്തെ യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരുടെ ആശങ്കകൾക്ക് അല്പം കാര്യമുണ്ടായിരുന്നു എന്ന രീതിയിലാണ് ചർച്ചകൾ ഒക്കെയും വരുന്നത്. കാരണം കെ.സി. വേണുഗോപാൽ എന്ന് പറയുന്ന വ്യക്തിത്വം, അദ്ദേഹം ഈ തിരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ പാർട്ടിയിൽ സീറ്റ് കിട്ടാത്ത ആളുകളൊക്കെ ചെന്ന് കണ്ട് ആശ്വസിപ്പിക്കുന്ന രീതിയിലുള്ള ചില വീഡിയോസൊക്കെ നമ്മൾ കണ്ടിരുന്നു. പ്രത്യേകിച്ച് പുനലൂരിൽ സഞ്ജയ് ഖാൻ, അദ്ദേഹം കോൺഗ്രസിൻ്റെ വളരെ ആക്റ്റീവായ ഒരു പ്രവർത്തകനായിരുന്നു. ആ പ്രദേശത്ത് സീറ്റ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ച ആളാണ്. അദ്ദേഹം അങ്ങനെ പ്രവർത്തിച്ചു. പക്ഷേ ആ സീറ്റ് ഘടകകക്ഷിക്ക് മുസ്ലിം ലീഗിന് അനുവദിച്ചപ്പോൾ അദ്ദേഹം ക്ഷുഭിതനായി പാർട്ടി റിബലായി മത്സരിക്കുവാനൊക്കെ പോയപ്പോൾ അദ്ദേഹത്തെ ചെന്ന് കണ്ട് ആശ്വസിപ്പിച്ച് ചേർത്ത് പിടിച്ച വീഡിയോയും അങ്ങനെ സഞ്ജയ് ഖാൻ റിബൽ സ്ഥാനാർത്ഥിത്വം പിൻവലിച്ചതും ഒക്കെ നമ്മൾ ചർച്ച ചെയ്തിരുന്നു. ഇപ്പോൾ ഈ സംഗതികളുടെയൊക്കെ ഒരു ആകെ തുക നമ്മൾ പരിശോധിക്കുമ്പോൾ കെ.സി. വേണുഗോപാലിനോടൊപ്പം തന്നെയാണ് കോൺഗ്രസ്സിലെ ഒരു നേതൃനിര എന്ന് കൂടുതൽ വ്യക്തമാവുകയാണ്. ഈ കോൺഗ്രസ്സിലെ പുതിയ ഗ്രൂപ്പിസങ്ങളുടെയും അല്ലെങ്കിൽ സംസാരങ്ങളുടെയും ഒക്കെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത്, നേരത്തെ പിണറായി വിജയൻ അധികാരത്തിലിരുന്നപ്പോൾ അന്ന് കെ.എസ്.യു ആലപ്പുഴ ജില്ലാ പ്രസിഡന്റും ഇപ്പോൾ ആലപ്പുഴ എം.എൽ.എയുമായ എ.ടി. തോമസിനും അജയ് ജുവൽ കുര്യാക്കോസിനുമെതിരെ പോലീസ് നടത്തിയ അന്ന് പിണറായി വിജയൻ രക്ഷാപ്രവർത്തനം എന്ന് വിളിച്ച പോലീസ് നടപടിയാണ്. പിണറായി വിജയൻ വരുന്ന ഒരു വഴിയിൽ നിൽക്കുന്ന എ.ഡി. തോമസിനെയും അജയ് ജുവൽ കുര്യാക്കോസിനെയും പോലീസ് അകാരണമായി വന്ന് മഫ്തിയിൽ മർദ്ദിക്കുന്നു, വടിവെച്ചടിക്കുന്നു, തലക്കടിക്കുന്നു. അതൊക്കെയാണ്. എന്തായാലും കോൺഗ്രസ് അധികാരത്തിൽ വന്നതിന് ശേഷം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പെട്ടെന്ന് തന്നെ ഒരു SIT അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് പ്രഖ്യാപിച്ചിരുന്നു. ആ SIT അന്വേഷണം പൂർത്തിയാകുമ്പോൾ കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് അതിൻ്റെ ആദ്യ സമയത്ത് തന്നെ, അതായത് ഈ പോലീസ് നടപടി ഉണ്ടാകുന്ന സമയത്ത് തന്നെ അതിനെപ്പറ്റി അന്വേഷിച്ച് റിപ്പോർട്ടുകൾ സമർപ്പിച്ചിരുന്നു. പക്ഷേ അന്ന് ആ റിപ്പോർട്ടുകളൊക്കെ തടഞ്ഞു വെച്ച ഉന്നതരായ പോലീസ് അധികാരികളെക്കുറിച്ച് വ്യക്തമായ നിർദ്ദേശങ്ങളും അതാരാണെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ സമർപ്പിക്കപ്പെട്ടത് എന്ന് കേൾക്കുന്നു. പക്ഷേ ആ റിപ്പോർട്ടിന് മേൽ ഇത്ര ദിവസങ്ങൾ കഴിഞ്ഞിട്ടും നടപടി ഉണ്ടായില്ല. അത് കോൺഗ്രസിലെ യുവ നേതൃത്വത്തെ ആകെ ക്ഷുഭിതരാക്കുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. കാരണം പാർട്ടിക്ക് വേണ്ടി അടികൊണ്ട ആളുകളുടെ വേദന പരിഗണിക്കപ്പെടുന്നില്ല. നേരത്തെ പിണറായി വിജയൻ സർക്കാർ അധികാരത്തിലിരുന്നപ്പോൾ പിണറായി വിജയൻ്റെ മൂടുതാങ്ങികളായ ഉദ്യോഗസ്ഥന്മാർ ഈ മന്ത്രിസഭയിലും പരിരക്ഷിക്കപ്പെടുന്നു എന്നൊരു തോന്നൽ സാധാരണ കോൺഗ്രസ് പ്രവർത്തകർക്ക് ഉണ്ട് എന്ന രീതിയിൽ വിവക്ഷിക്കപ്പെടുകയാണ്. പക്ഷേ വി.ഡി. സതീശനെ അനുകൂലിക്കുന്ന ആളുകൾ പറയുന്ന ഒരു കാര്യമുണ്ട്, എന്തായാലും ആ ഉദ്യോഗസ്ഥനെതിരെ നടപടി ഉണ്ടാകും. പക്ഷെ പെട്ടെന്ന് ഒരു നടപടി ഉണ്ടായാൽ, ഒരുപക്ഷെ അവർ കോടതിയെ സമീപിച്ചാൽ അത് രാഷ്ട്രീയ പ്രേരിതമായി എടുത്ത നടപടിയാണ് എന്ന പേരിൽ കോടതി ഒരുപക്ഷെ സർക്കാർ എടുത്ത നടപടികളെ റദ്ദാക്കുവാനും അവരെ തിരികെ അധികാരത്തിൽ പ്രവേശിപ്പിക്കാനും ഒക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് വളരെ കാര്യഗൗരവമായി പഠിച്ചതിന് ശേഷം അതിനുമേൽ നടപടി സ്വീകരിക്കും എന്ന ഒരു മറുവാദഗതിയാണ് എന്തായാലും വി.ഡി. സതീശൻ അനുകൂലമായിട്ടുള്ള ആളുകളൊക്കെയും നടത്തുന്നത്. എന്തായാലും DGP ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് മടക്കി അയച്ചു, കൂടുതൽ വസ്തുതയ്ക്ക് വേണ്ടി എന്ന മാധ്യമ റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ ചേർത്ത് വെക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. KSUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർക്കും ഒപ്പം KPCC ജനറൽ സെക്രട്ടറി നിയാസിനും മുഖ്യമന്ത്രി വി.ഡി. സതീശൻ സന്ദർശന അനുമതി നിഷേധിച്ചു എന്ന പേരിൽ മറ്റൊരു വാർത്ത കൂടി ഇന്ന്
പുറത്തു വരുന്നുണ്ട്. കോൺഗ്രസിൻ്റെ വക്താവ് വി.എസ്. അനൂപ് അതുമായി ബന്ധപ്പെട്ട് അതിനെതിരെ പ്രതികരിച്ചുകൊണ്ട് ഇന്ന് ഫേസ്ബുക്ക് പോസ്റ്റും പ്രസ്താവനയൊക്കെ നടത്തിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട് KSUക്കാരുടെയും യൂത്ത് കോൺഗ്രസ്സുകാരുടെയും ഒക്കെ രക്തത്തിൻ്റെ ഫലമാണ് ഇപ്പോൾ വി.ഡി. സതീശൻ അധികാരത്തിൽ വന്നത് എന്നാണ്. എന്തായാലും കോൺഗ്രസിൻ്റെ ഒരു വിഭാഗം പറയുന്നത് യൂത്ത് കോൺഗ്രസ്സുകാരും KSUക്കാരുടെയും ഒക്കെ ഫേസ്ബുക്കിൽ പേരിൽ നിറഞ്ഞു നിൽക്കുന്നത് ഒരു മുക്കാൽ പിണറായി അല്ല അവർ അധികാരത്തിൽ ഏറ്റിയത് എന്ന രീതിയിലാണ്. എന്തായാലും ഗവൺമെൻറ് പ്ലീഡറുടെ നിയമനവുമായി ബന്ധപ്പെട്ട് വിവാദവും കോൺഗ്രസിൽ പുകയുന്നുണ്ട്. നേരത്തെ ABVP പശ്ചാത്തലമുണ്ടായിരുന്ന ഒരാൾ അയാളിപ്പോൾ ഗവൺമെൻറ് പ്ലീഡറായി നിയമിക്കപ്പെട്ടു വി.ഡി. സതീശൻ്റെ സമയത്ത് എന്ന് KSUവിൻ്റെ ചില നേതാക്കന്മാരുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ആരോപണങ്ങളുണ്ട്. പക്ഷേ മറ്റൊരു ആരോപണം വി.ഡി. സതീശനെ അനുകൂലിക്കുന്ന ആളുകളൊക്കെ പറയുന്നത് ഗവൺമെൻറ് പ്ലീഡർ ഒരുപക്ഷെ കോളേജ് സമയത്ത് ABVP-കാരനായിരുന്നിരിക്കാം, പക്ഷേ അയാൾ ഇപ്പോൾ ലോയേഴ്സ് കോൺഗ്രസിൻ്റെ ഭാഗമാണ്. നേരത്തെയും വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, കോളേജ് രാഷ്ട്രീയത്തിലൊക്കെ വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പ്രവർത്തിച്ച ആളുകൾ പിന്നീട് വേറെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലൊക്കെ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ സാഹചര്യം കേരളത്തിലുണ്ട്. മിക്കപ്പോഴും ABVP-യിലൊക്കെ പ്രവർത്തിച്ച ആളുകൾ പിന്നീട് CPM-ൻ്റെ MLA-മാരും ഒക്കെ ആയിട്ടുണ്ട്. ഒരുപക്ഷെ അദ്ദേഹം അങ്ങനെയാണെങ്കിൽ പിന്നീട് കോൺഗ്രസിൽ എത്തിയേക്കതായിരിക്കാം എന്ന രാഷ്ട്രീയ പ്രതിരോധവും എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് എന്നതാണ് ഏറ്റവും വലിയ ഒരു യാഥാർത്ഥ്യം. മറ്റൊന്ന്, SFI നേതാക്കന്മാരെയും ഇങ്ങനെ നിയമിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകളുമൊക്കെ ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കന്മാർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എന്നത് മറ്റൊരു വസ്തുതയായി നിൽക്കുന്നു. എന്തായാലും ഈ ഗവൺമെൻറ് ലീഡറുമായി ബന്ധപ്പെട്ടൊക്കെ കോൺഗ്രസിൽ പുതിയ വിവാദങ്ങളും പുതിയ ഗ്രൂപ്പിസങ്ങളും പൊട്ടിപ്പുറപ്പെടുന്നു എന്നത് ഒരു യാദൃച്ഛികതയല്ല. അത് പരമ്പരാഗതമായി കോൺഗ്രസ് തുടർന്ന് വരുന്നൊരു സംവിധാനം മാത്രമായി തന്നെ വീക്ഷിക്കുവാനാണ് സാധ്യത. ഒരുപക്ഷെ കോൺഗ്രസിൽ ഉൾപാർട്ടി ജനാധിപത്യം കൂടുതൽ അനുവദിക്കപ്പെടുന്നത് കൊണ്ടായിരിക്കാം കൂടുതൽ അഭിപ്രായങ്ങളും അതുമായി പാർട്ടിക്കുള്ളിൽ തന്നെ വിമർശനങ്ങളും ഒക്കെ ഉണ്ടാകുന്നത്. ഒരു ജനാധിപത്യ സംവിധാനത്തിന് ഉചിതം എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസവും വിലയിരുത്തുന്നത്. മറ്റൊരു കാര്യം കൂടി ഇതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. വിശ്വഹിന്ദു പരിഷത്തിൻ്റെ സംസ്ഥാന നേതാക്കന്മാർ മുഖ്യമന്ത്രി വി.ഡി. സതീശനെ സന്ദർശിച്ചു. അവരോടൊപ്പം വി.ഡി. സതീശൻ ഇരുന്ന് ഫോട്ടോ എടുത്തു. പക്ഷേ KSUവിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റിനെയും KPCC ജനറൽ സെക്രട്ടറി PM നിയാസിനും സന്ദർശന അനുമതി കൊടുത്തിട്ടില്ല എന്ന ഒരു ആരോപണം കൂടി എന്തായാലും യൂത്ത് കോൺഗ്രസിൻ്റെയും KSUവിൻ്റെയും ഭാഗത്തു നിന്നുണ്ടാകുന്നു. നേരത്തെ സുകുമാരൻ നായർക്ക് അനുമതി നിഷേധിച്ചതുമായി ബന്ധപ്പെട്ട NSSൻ്റെ ജനറൽ സെക്രട്ടറി ആരോപണങ്ങളുണ്ടായിരുന്നു. എന്തായാലും സംസ്ഥാന രാഷ്ട്രീയം അത് കോൺഗ്രസിലെ ഗ്രൂപ്പ് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് തന്നെ കൂടുതൽ രൂക്ഷമായി മുന്നോട്ട് പോകുന്നു എന്നതാണ് യാഥാർത്ഥ്യം. മറിച്ച് CPM-നെ സംബന്ധിച്ച് CPM-നകത്തും പ്രശ്നങ്ങൾ ധാരാളമുണ്ട്. LDF കൂടുവാൻ കഴിഞ്ഞിട്ടില്ല. ഇടതുമുന്നണിയുടെ യോഗം ഇലക്ഷൻ പരാജയത്തിന് ശേഷം കൂടുവാൻ കഴിഞ്ഞിട്ടില്ല. പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനത്തെ ചൊല്ലി CPM-ഉം തമ്മിൽ പ്രശ്നങ്ങൾ രൂക്ഷമാകുകയാണ്. LDF-ൻ്റെ പരാജയത്തിന് കാരണം പിണറായി വിജയൻ്റെ നടപടികളാണ് എന്ന് CPM-ൻ്റെ ജില്ലാ കമ്മിറ്റികൾ വിലയിരുത്തുന്നു. അങ്ങനെ രണ്ടു ഭാഗത്തും രാഷ്ട്രീയമായി പ്രസ്ഥാനത്തിനുള്ളിൽ നിന്നും മുന്നണിക്കുള്ളിൽ നിന്നുമുള്ള വിമർശനങ്ങളെ പിണറായി വിജയനും വി.ഡി. സതീശനെ നേരിടുന്നു എന്നതാണ് സമകാലിക കേരളത്തിൽ ഇപ്പോൾ രാഷ്ട്രീയ വിശകലനം ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിലൊന്നായി. എന്തായാലും CPM-ഉം കോൺഗ്രസും കൂടുതൽ ജനാധിപത്യപരമായ നടപടികൾ സ്വീകരിക്കുന്നു എന്ന് നമുക്ക് വിലയിരുത്താം. കാരണം രണ്ടും ജനാധിപത്യ രീതിയിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ്. ഉൾപാർട്ടി ജനാധിപത്യം അനുവദിക്കപ്പെടേണ്ടതുണ്ട്, വിമർശനങ്ങൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്. CPM-ഉം കോൺഗ്രസുമൊക്കെ നിലനിന്ന് പോകേണ്ടത് സംസ്ഥാന രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും ഉചിതമായ കാര്യങ്ങളാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും വി.ഡി. സതീശൻ്റെ ഇക്കാര്യത്തിലുള്ള നിലപാടുകൾ അല്പം കടുത്തതായി പോയി എന്ന ഒരു ആശങ്ക എനിക്ക് കൂടിയുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. തൽക്കാലം ഈ വീഡിയോയുമായി വിടവാങ്ങിയാണ്. മറ്റു വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റു വീഡിയോയിൽ കാണുന്നവരെ ജയ് ഹിന്ദ്.